അനീഷ് നമുക്കൊപ്പം ചേർന്നു. ധർമ്മസ്ഥലയിൽ വാഹനം ഇടിച്ച് കൊല്ലപ്പെട്ട ജോയിയുടെ മകൻ അനീഷാണ് നമുക്കൊപ്പം. അനീഷ്, നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, ധർമ്മസ്ഥലയിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം, പരാതിയുമായിട്ട് അനീഷ ഒരു വല്ലാത്തൊരു പേടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലാണോ ഈ കേരളത്തിലേക്ക് ഓടിപ്പോകേണ്ടി വന്നത്? തീർച്ചയായിട്ടും മാഡം, തീർച്ചയായിട്ടും. എന്താണ് സംഭവിച്ചത്? വാർത്ത വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ ഭയപ്പെടുന്ന എന്ത് കാര്യമാണ് ഉണ്ടായത്? അവിടെ മൊത്തത്തിൽ ഇപ്പൊ അവര് എന്നെ ഒരു കുറ്റവാളി പോലെയാണ് അവരവിടെ ഇപ്പം കാണുന്നത്. ഞാൻ ഈ സത്യങ്ങൾ പറഞ്ഞതിന്റെ പേരില് നിങ്ങൾക്ക് ഫോൺ കോളുകൾ വന്നു, ഭീഷണിപ്പെടുത്തുന്ന കോളുകൾ വന്നു എന്ന് നേരത്തെ പറഞ്ഞു കേട്ടു. അങ്ങനെ വന്നോ? കോളുകൾ വന്നിരുന്നോ? അതെ 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 അതെ. എന്താണ് പറഞ്ഞത്? എന്തായിരുന്നു ഫോൺ കോളിൽ ഉണ്ടായിരുന്നത്? അത് എവിടെ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. എവിടെ ഉണ്ടെന്ന് ആരാണ് എന്ന് പറയുന്നില്ല. ഇല്ല പറയുന്നില്ല. നേരിട്ട് എന്തെങ്കിലും അങ്ങനെ ഒരു സംശയം തോന്നിയോ? ഇപ്പൊ ഈ വണ്ടി വരുന്ന സമയത്ത് അങ്ങനെ ഒരു വാഹനം പിന്തുടരുന്നുണ്ടായിരുന്നു എന്നടക്കം പറഞ്ഞു. അത് എന്റെ കൂട്ടത്തിലുള്ള വണ്ടികളെല്ലാം കേരള വണ്ടികളാണ്. അപ്പം ഈ കേരള വണ്ടികൾ കാണുമ്പോൾ പെട്ടെന്ന് അവര് തിരിച്ചറിയുന്നു. അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ കേരളത്തിലേക്ക് വന്നപ്പോ നിങ്ങളെ ഫോളോ ചെയ്ത് ആരോ വരുന്ന പോലെ തോന്നി എന്ന് പറഞ്ഞിരുന്നു. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അത് ഇപ്പൊ അവരെ കാണുന്നില്ല. അവര് അവിടെ തൊട്ടേ ഉണ്ടായിരുന്നോ? ധർമ്മസ്ഥല തൊട്ടേ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. അവിടുന്നേ ഉണ്ടത്. കാസർഗോഡ് വരെ വന്നോ അവര്? അതോ അതിർത്തി കടക്കുമ്പോൾ തിരിഞ്ഞു പോയോ? അതിർത്തിയുടെ ബാക്ക് വരെ ഉണ്ട്. പിന്നെ വന്നായിരുന്നവര്. പിന്നെ അവര് എങ്ങോട്ട് പോയിന്നറിയില്ല. നിങ്ങൾ കർണാടക പോലീസിനെ ഇതിപ്പോ ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പേടിക്കുമല്ലോ. ഇന്നിപ്പോ അങ്ങനെ ഫോൺ കോളൊക്കെ വരുമ്പോൾ കർണാടക പോലീസിനോട് ഇത് പറഞ്ഞിരുന്നോ? ഇങ്ങനൊരു ഇല്ല. കർണാടക പോലീസിന്റെ അടുത്ത് ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ മാഡം. ഒരു കാര്യമില്ല അവരുടെ അടുത്ത് പറഞ്ഞിട്ട്. ആണോ? അപ്പൊ പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്ന് അനീഷിന് വ്യക്തമാണ് ഈ വിഷയത്തിനകത്ത്, അല്ലേ? തീർച്ചയായിട്ടും. എന്റെ പപ്പായെ ഇതേപോലെ തന്നെ ആക്സിഡന്റ് ചെയ്ത് കൊന്നിട്ട് പോലും ഒരു നീതിയും കിട്ടിയിട്ടില്ല. അപ്പൊ ഇനി ഇത് കേരള പോലീസിന് കൈമാറുകയാണ് പരാതി. ഇനിയിപ്പോ വന്നിരിക്കുന്നത് തന്നെ കേരള പോലീസിന് കൈമാറാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും മാഡം. ഈ പോലീസിന്റെ പ്രധാനപ്പെട്ട അധികൃതരെയോ അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ പ്രമുഖരോ ആരെങ്കിലും നേരത്തെ തന്നെ സമീപിച്ചോ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു പരാതിയായിട്ട് മുന്നോട്ട് പോവാണെന്ന് പറയാം? ഇല്ലില്ല. അത് ആക്ഷൻ കമ്മിറ്റി, പിന്നെ കേരളത്തിൽ നിന്നുള്ള ഇതേപോലെ തന്നെ ന്യൂസ് 18 ചാനല്, അതേപോലെയുള്ള ആൾക്കാരാണ്. പിന്നെ മനാഫിക്ക, അവരൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ. വീട്ടിലുള്ളവർക്ക് ജോയി ഇങ്ങനെ ഒരു വിഷയം ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വീട്ടിലുള്ളവർക്കും ഒരു ആശങ്ക ഉണ്ടാകുമല്ലോ. ഈ നേരത്തെ താങ്കളുടെ അച്ഛൻ വാഹനം പിടിച്ച് കൊല്ലപ്പെട്ട ആ സമയത്തും അങ്ങനെ എന്തെങ്കിലും വിസിബിൾ ആയിട്ടുള്ള ഭീഷണികൾ എവിടെയെങ്കിലും അന്ന് വന്നിരുന്നോ? വീട്ടിലോ അങ്ങനെ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ ഈ സമയത്ത്? ഇല്ല, അന്ന് എൻ്റെ അടുത്ത് ഈ എന്റെ പപ്പയുടെ ആക്സിഡന്റിനോട് ബന്ധപ്പെട്ടിട്ട് തന്നെ അന്ന് മൂടുബദ്ര എന്ന് പറഞ്ഞ സ്റ്റേഷനിലുണ്ടായിരുന്ന SI തന്നെ എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ ഈ പപ്പയുടെ കേസും പറഞ്ഞിട്ട് ഇനി വരണ്ട, നിന്റെ ജീവന് നിന്നെയും ഇവര് ഇതേപോലെ തന്നെ ചെയ്യുമെന്ന് എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ നമ്മൾ ഇങ്ങനെ മാധ്യമങ്ങൾ ന്യൂസ് 18 അടക്കം ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നു. ഇവിടെ നിന്നും ഒരു ഇടപെടൽ ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് അനീഷ അങ്ങനെ ഒരു സാഹചര്യത്തിലും പുറത്തേക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ വന്നത്, അല്ലേ? തീർച്ചയായിട്ടും മാഡം, തീർച്ചയായിട്ടും. അപ്പൊ നാളെ ഈ പരാതി കേരള പോലീസിന് കൈമാറും? യെസ് മാഡം, യെസ്. തീർച്ചയായിട്ടും. നന്ദി അനീഷ്. ഒപ്പം മനാഫ് ഉണ്ട്, വിനോദ് മേക്കത്തുണ്ട്. ഇവര് കേരള